എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഗോവിന്ദ് രഞ്ജുവിന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോണ്ടിരിക്കുവായിരുന്നു. ഡിസ്ചാർജ് ആണെന്ന്. അപ്പൊ കുറച്ച് കഴിയുമ്പത്തിന് ഡിസ്ചാർജ് കിട്ടും. ഈ സമയത്ത് രഞ്ജു പറഞ്ഞു, എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോയാൽ മതി ഗോവിന്ദേട്ടാ, ഞാൻ ഇവിടെ മടുത്തു. ശരി, പോകാം. ഡിസ്ചാർജ് സമ്മർ കിട്ടാനായിട്ട് ഇത്തിരി വൈകും, നീ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയാം. ശരി, അന്ന് ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞ് രഞ്ജു അങ്ങോട്ട് പോവാണ്. ഈ സമയത്താണ് ഗോവിന്ദന്റെ ഫോണിലേക്ക് കോള് വരുന്നത്. അത് രാധികാമ്മയായിരുന്നു. എന്താ അമ്മേ, എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അതെ, ഒരു പ്രശ്നമുണ്ട്. എന്താ? നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം. എനിക്ക് നിന്നോട് ചില അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ട്. എന്താണെങ്കിലും പറമ്മേ, എന്താ കാര്യം? ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഫോണിൽ കൂടെ പറ, നമുക്ക് സോൾവ് ചെയ്യാലോ. ഫോണിൽ കൂടെ ഒന്നും പറയാൻ പറ്റില്ല, ഇത് നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള കാര്യമാണ്. നീ ഇങ്ങോട്ട് എത്രയും പെട്ടെന്ന് വരണം. അമ്മേ, ഞാൻ ഇവിടെ രഞ്ജുവിനെ ഡിസ്ചാർജ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ നിൽക്കുക. അതാ. അതെ, കുറച്ച് സമയത്തെ കാര്യമുള്ളൂ. നീ വന്നിട്ട് അങ്ങോട്ട് പൊക്കോ. എന്നിട്ട് വേണം ഇനി അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനായിട്ട്. അതിനു മുമ്പ് തന്നെ നീ ഇവിടെ എത്തണമെന്ന് പറയാം. അത്ര വലിയ കാര്യമോ? ശരി ശരി, ഞാനിവിടെ അങ്ങോട്ട് എത്തിയേക്കാന്ന് പറയണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഗീതു അങ്ങോട്ട് വരുന്നത്. ഗീതുവിനെ കണ്ടത് ഗോവിന്ദ് ചോദിച്ചു, അല്ല നീ എന്താ എത്ര ലേറ്റ് ആയത്? അതെ, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ലേറ്റ് ആയെന്ന് പറയാം. അല്ല, ഡിസ്ചാർജ് ആയാലും എതിരായിട്ടെന്ന് ചോദിക്കാം. ഡിസ്ചാർജ് ആയി, പക്ഷെ ഡിസ്ചാർജ് സമ്മർ കിട്ടാണ്ട് ഒരു ഇത്തിരി വൈകൂന്ന് പറയാം. അതെ, ഒരു പ്രശ്നമുണ്ട് ഗീതു. എന്താ കാര്യം? അതെ, നീ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ പോകണമെന്ന് പറയാം. ഓഫീസ് വരെ പോകാനായിട്ടാ? അതുകൊണ്ട് നീയെ രഞ്ജുവിനെ ഒന്ന് വീട്ടിലേക്ക് ആക്കാമെന്ന് ചോദിക്കാം. ഈ സമയം ഗീതു ആകപ്പാട് ടെൻഷനോട് കൂടിയേ കയറി വന്നേ. എങ്ങനെ ഇനി ഇപ്പം ഇവിടുന്ന് ചെമ്പശ്ശേരിയിലേക്ക് കൊണ്ടുപോകും രഞ്ജുവിനെ? ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പാറയ്ക്കൽ വീട്ടിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ. അപ്പൊ ചെമ്പശ്ശേരിയിലേക്ക് നമ്മൾ താൻ എങ്ങനെ കൊണ്ടുപോകും? അങ്ങനെ ടെൻഷൻ അടിച്ച് വരുമായിരുന്നു. ഈ സമയത്താണ് ഗോവിന്ദന്റെ ഈ ചോദ്യം കൂടെ, നീ അവളെ ഒന്ന് അറക്കൽ വീട്ടിലേക്ക് എത്തിക്കുമെന്ന്. എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകാനുണ്ടെന്ന്. പെട്ടെന്ന് ഗീത് പറഞ്ഞു, ശരി, ഞാനൊന്ന് നോക്കട്ടെ. അല്ല ഗോവിന്ദനെ എത്ര അത്യാവശ്യം, അവളെ കൊണ്ട് ആക്കിയിട്ട് പോയപ്പോരെ. അതിനുള്ള ടൈം എനിക്കില്ല, നീ പൊക്കോ. നീ കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി. ഞാൻ നേരത്തെ അങ്ങോട്ട് പൊക്കോളാന്ന് പറയണം. ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് അങ്ങോട്ട് വന്നേക്കാന്ന് പറയണം. പെട്ടെന്ന് ഗീതു, അതൊക്കെ ശരി, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ചെയ്യണമെങ്കിലേ എനിക്ക് ഒരു കാര്യമുണ്ട്. എനിക്കൊരു കാര്യം ചെയ്തു തരുമെന്ന് വെക്കണം. എന്ത് കാര്യം? എനിക്ക് ഗോവിന്ദന്റെ ഒരു വരം വേണമെന്ന് പറയാം. വരവോ? എന്ത് വരം? എനിക്ക് AGMന്റെ വരം വേണം. AGMന്റെ വരം? അതെ, അറക്കല് വീട്ടിൽ ഗോവിന്ദ മാധവന്റെ വരം. എന്താ, പറ്റില്ലേ? തരാം. അങ്ങനെ നിനക്ക് ഞാൻ വരം തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി നിനക്ക് എന്ത് വരാ വേണ്ടത്? അങ്ങനെ തല കൈതൊട്ട് പറയണം. പക്ഷേ എനിക്കിപ്പോഴാ വരം വേണ്ട, എനിക്ക് പിന്നെ മതി. ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിച്ചോളാം. നമ്മൾ പുരാണങ്ങളിലൊക്കെ അങ്ങനെയല്ലേ കണ്ടിരിക്കുന്നത്? ആവശ്യം വരുമ്പോഴല്ലേ നമ്മൾ വരം ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ആവശ്യം വരുമ്പോൾ അത് ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഗീത അങ്ങ് പോവാ. ഈ സമയത്ത് ഗോവിന്ദ് നിർത്തി, ഇവിടെ എന്തായിരിക്കും? അന്നും കുഴപ്പമില്ല, എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് ഗോവിന്ദ് അങ്ങോട്ട് പോവാണ്. പിന്നീട് ഗോവിന്ദ് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഗോവിന്ദ് നിങ്ങളുടെ ആലോചിക്കുക, എന്ത് വരവായിരിക്കും അവള് ചോദിക്കുന്നത്? എന്തോ വലിയ കാര്യമാണ് അവള് ചോദിക്കാൻ പോകുന്നത്. നിസ്സാര കാര്യമാണെങ്കിൽ അവള് പറയേണ്ട കാര്യമില്ല. എന്തോ തന്നെ കുഴപ്പിക്കാനുള്ള കാര്യമാണെന്നാ തോന്നേ. എന്തായാലും അധികം വൈകാതെ തന്നെ അറിയും. ഈ സമയത്ത് ഷിബു കണ്ണാടിക്കൂടെ നോക്കുമ്പോഴത്തേനും ഗോവിന്ദ് ഭയങ്കര ആലോചനയിൽ ഇങ്ങനെ സ്വയമേ സംസാരിച്ചോണ്ടിരിക്കുക. ഷിബു ഓർത്തു, ഇതെന്ത് പറ്റി സാറിന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? പിന്നീട് ഗീതുവും രഞ്ജുവും കൂടെ വീട്ടിലേക്ക് പോയായിരുന്നു. അതും ചെമ്പശ്ശേരിയിലേക്കാ പോകുന്നത്. അജാസ കാർ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ പോയിക്കൊണ്ടെങ്കിൽ ഗീതുവിന്റെ ഉള്ളിലെ ചിന്ത, അവിടെ ചെന്ന് ഇറക്കി കഴിയുമ്പോൾ എന്തായിരിക്കും രഞ്ജുവിന്റെ പ്രതികരണം? ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് താനാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ അവൻ കൂടെ ചെമ്പശ്ശേരിയിൽ എത്തിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും രഞ്ജു സഹിക്കില്ല. രഞ്ജു തന്നോട് ദേഷ്യപ്പെടും. അതൊക്കെ നല്ല ഓർമ്മയുണ്ടായിരുന്നു. അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അജാസിന്റെ ഫോണിലേക്ക് കോള് വരിക. അപ്പൊ അജാസ് കൊടുത്ത്, ആണോ? ശരി ശരി, അന്ന് ഞാൻ അരമണിക്കൂറിൽ എത്തിയേക്കാം എന്ന് പറഞ്ഞ് കോള് കിട്ടിയ. അല്ല, ആരാ അജാസൊക്കെ വിളിച്ചേ? അതാ വിസയുടെ കാര്യത്തിൽ, കനേഡിയൻ വിസയുടെ. സാറിന് അതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാ. അപ്പൊ അതിന് ഒന്ന് രണ്ട് പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കാനുണ്ട്. അപ്പൊ അതിനു വേണ്ടി അവിടുന്ന് വിളിച്ച. അപ്പൊ എനിക്ക് പോകണം ഒരു അരമണിക്കൂറിനുള്ള. ശരി. ഈ സമയത്ത് ഗീത മനസ്സിൽ കയറുക, ഇനിയിപ്പൊ കാനഡയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ധ്യാനിങ്ങോട്ട് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇതൊന്നും കണ്ണേണ്ണ അറിയത്തില്ലോ. കണ്ണേണ്ണ അറിയുമ്പോഴാണ് ഇനിയിപ്പോ പുകിലുകളൊക്കെ നടക്കാൻ പോകുന്നത്. അങ്ങനെ ഗീതു അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിരിക്കുമായിരുന്നു. ഈ സമയത്തെല്ലാം രഞ്ജു നല്ല ഉറക്കമായിരുന്നു. രഞ്ജു അറിയുന്നേ ഉണ്ടായിരുന്നില്ല എങ്ങോട്ടാ പോണെന്നൊക്കെ. അറക്കലേക്കാന്നോർത്തോണ്ടാണ് രഞ്ജു ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കാറ് പോയി ചെമ്പശ്ശേരി തറവാടിന്റെ മുമ്പ് നിൽക്കുവാണ്. മുമ്പ് നിന്ന് കഴിഞ്ഞപ്പോ ആദ്യം ഗീതു ഇറങ്ങി. ഗീതു ഇറങ്ങിയിട്ട് ഡോറ് തുറന്നിട്ട് രഞ്ജുവിനെ പോയി വിളിക്കുക, ഇറങ്ങാൻ പറയണം. അങ്ങനെ രഞ്ജു പുറത്തിറങ്ങി നോക്കുമ്പോഴോ ചെമ്പശ്ശേരി എന്നുള്ള ബോർഡ് കണ്ടു. ഇത് കണ്ടതും രഞ്ജുവിന് ദേഷ്യം വന്നു. രഞ്ജു പെട്ടെന്ന് ഗീതുവിന്റെ അരിയിലേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന് ചോദിക്കുക.
അല്ല രഞ്ജു ഞാനത് അപ്പൊ നീ വെറുതെ എന്നോട് കള്ളത്തരം പറഞ്ഞല്ലേ, നീ ആ വിജയലക്ഷ്മിയും തമ്മില് പിണക്കമായിരുന്നെന്ന്, നിങ്ങൾ തമ്മിൽ ഉടക്കി പിരിഞ്ഞെന്നൊക്കെ വെറുതെ പറഞ്ഞല്ലേ, എന്നെ പറ്റിച്ചോണ്ട് നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നല്ലേ. എന്നാലും നിന്നെ ഒരു കൂടപ്പുറപ്പിനെ പോലെ കണ്ടേ, ഒരു ഫ്രണ്ടിനെ പോലെ അല്ല കണ്ട്. എന്നിട്ടും നീ എന്നെ ചതിച്ചല്ലോ ഗീത എന്ന് പറയാം. അല്ല രഞ്ജു, ഞാൻ ഇന്ന് പറയുന്ന ഒന്ന് കേൾക്ക്, എനിക്ക് നിന്റെ ഒന്നും കേൾക്കണ്ട. എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് രഞ്ജു അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഗീത കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, അല്ല നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട്, നിന്നെ കാണാൻ വേണ്ടി അവർ കാത്തിരിക്കുക, അതുകൊണ്ടാണ് നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. എനിക്ക് ആരും ഇവിടെ വേണ്ടപ്പെട്ടുള്ളത്, എനിക്ക് ആരും വേണ്ടപ്പെട്ടില്ല, മര്യാദയ്ക്ക് എന്റെ കയ്യെ നിങ്ങോട് വിട് എന്നും പറഞ്ഞ് ഡോറ് തുറന്നങ്ങോട്ട് അകത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നത്. ഷിബുവിനോട് പറഞ്ഞു, വണ്ടി എടുക്കുക, എന്നെ എത്രയും പെട്ടെന്ന് അറക്കൽ വീട്ടിൽ എത്തിക്കണമെന്ന് പറയാം. ഈ സമയത്താണ് അകത്തുനിന്ന് രഞ്ജു എന്നൊരു വിളി കേട്ടത്. രഞ്ജു എന്നൊരു വിളി കേട്ട ഒരു നിമിഷം രഞ്ജു ഒന്ന് ഞെട്ടിത്തെറിച്ചു നിന്നു. പിന്നീട് നോക്കുമ്പോൾ ധ്യാനിയെ കാണുന്നേ. ഈ കാഴ്ച കണ്ട രഞ്ജു ഒരു നിമിഷം ഒന്ന് അന്തം വിട്ടു നിന്നു. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പൊ രഞ്ജുവിനെ കണ്ടെന്ന് ധ്യാൻ രണ്ട് കൈ നീട്ടിക്കൊണ്ട് വരുവാണ്. രഞ്ജു ഓടിച്ചെന്ന കൈകളിലേക്ക് വീഴുക, കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടി കരയുവാണ്. ധ്യാനും രഞ്ജുവിനെ ചേർത്ത് പിടിക്കുക. ഈ സമയത്ത് അവരുടെ കരച്ചില കണ്ടിഞ്ഞപ്പോ അജാസ് നേരെ ഗീതുവിന്റെ അടുത്തിലേക്ക് എന്നിട്ട് ആ കൈ ഒന്ന് കാണിച്ച പെങ്ങളെന്ന് പറയണം. കൈ കാണിച്ച് ഷെയ്ക്കാൻ്റെ കൊടുക്കുക. ഇത്രയും നല്ലൊരു മുഹൂർത്തം ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്തതിനുള്ള അംഗീകാരം കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ, എന്റെ പെങ്ങൾക്ക് അതിനുള്ള അനുഗ്രഹം ഉണ്ടായിരിക്കും എന്ന് പറയാം. അതെ, ഞാനൊന്ന് പോയിട്ട് വട്ടെ, അരമണിക്കൂറിനുള്ളിൽ ഞാൻ വന്നേക്കാം പറഞ്ഞല്ലോ ആ വിസയുടെ കാര്യത്തിന്. ശരി ശരി പൊക്കോളാൻ പറയണം. പിന്നീട് ഗീത അങ്ങോട്ട് കയറി വരുവാണ്. ഈ സമയത്ത് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുമായിരുന്നു, പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഗീതനെ കണ്ടവൻ രണ്ടുപേരും അങ്ങോട്ട് മാറി. വിജയലക്ഷ്മി അകത്തുനിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു. വിജയലക്ഷ്മിക്ക് ഈ കാഴ്ചകളെ കണ്ടപ്പോൾ സങ്കടം വന്നു. പിന്നീട് രഞ്ജു നേരെ ഗീതുവിന്റെ നേരെ തിരിച്ചിട്ട്, ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ, എനിക്ക് എന്ത് ചെയ്യാനെന്ന് അറിയത്തില്ല. അപ്പം ധ്യാനോട് ചോദിച്ചായിരുന്നു ഇങ്ങോട്ട് വന്നു. അപ്പം പറഞ്ഞു, എനിക്ക് ഇങ്ങോട്ട് വരേണ്ടതായിട്ട് കാര്യങ്ങൾ വന്നു, എന്നെ ഇവിടെ വരുത്തി തന്നിട്ടാണ്. ഈ സമയത്ത് രഞ്ജു ഗീതനെ നോക്കി കൈവൂപ്പ് പറഞ്ഞു, അതെ എന്നെ നോക്കി കൈവൂപ്പൊന്നും വേണ്ട, ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആരാന്നറിയാവോ, ധ്യാനെ ഇവിടേക്ക് എത്തിച്ച് ദേ ആ നിൽക്കുന്ന വിജയലക്ഷ്മി അമ്മയാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ രഞ്ജുവിനൊരു ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. വിജയലക്ഷ്മി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഗീതു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മിക്ക് മനസ്സിലായി തന്നെയും രഞ്ജുവിനെയും പരസ്പരം ഒന്നിപ്പിക്കാനായിട്ട് അവൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണിത്. അല്ലെങ്കിൽ ഒരു പക്ഷെ താനും രഞ്ജുവും തമ്മിൽ വീണ്ടും ഇനി ഇപ്പം പണ്ടത്തെ പോലെ അകൽച്ചയായാലോ ആ ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് അവളിങ്ങനെ പറഞ്ഞത്. അപ്പൊ അവളുടെ മനസ്സിന്റെ നന്മ എത്രമാത്രമാണെന്ന് വിജയലക്ഷ്മി തിരിച്ചറിയായിരുന്നു. പിന്നീട് വിജയലക്ഷ്മിയുടെ നേരെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി എന്ന് രഞ്ജുവിന്റെ കൈ പിടിക്കുകയാണ്. രഞ്ജുവിന്റെ കൈ പിടിച്ചു, ഒരു കൈയിലെ ഗീതുവിനെ പിടിച്ച് വാ മക്കളെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. പിന്നീട് പൂജാമുറി ചെന്ന് വിളക്ക് വെച്ച് അവരങ്ങനെ 4 പേര് നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വിജയലക്ഷ്മി ഇങ്ങനെ കണ്ണു നിറഞ്ഞിങ്ങനെ ഒഴുകുക വിജയലക്ഷ്മിയുടെ. ഇത് കണ്ടപ്പം ഗീത പറഞ്ഞു, ഇനി എന്തിനാ അമ്മ കരയണേ, ഇനി അമ്മ കരയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. രഞ്ജു പറഞ്ഞു, എന്നാലും ധ്യാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നേ, ധ്യാൻ ഇങ്ങോട്ട് വരാൻ കാരണം എന്താന്ന് ചോദിക്കുക. എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ആരാന്നറിയോ, നിന്റെ അമ്മയാ. നിന്റെ അമ്മയും തമ്മിൽ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ രണ്ടും അകന്ന കഴിഞ്ഞെന്ന് ഞാൻ ഈ അടുത്ത നാള് മാത്രമാണ് അറിഞ്ഞത്. ഈ സമയത്ത് ഗീത് പറഞ്ഞു, നിന്റെ കുറെ തെറ്റിദ്ധാരണകളായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്യാനെ അങ്ങോട്ട് പറഞ്ഞു വിട്ട വിജയലക്ഷ്മിയമ്മ ആയിരുന്നില്ല, ധ്യാൻ തന്നെയാണ് പോയെന്ന് പറയാ. പിന്നീട് ധ്യാൻ ആ കാര്യങ്ങളൊക്കെ പറയാ. എനിക്ക് ബിസിനസ് തകർന്നു കഴിഞ്ഞപ്പം പിടിച്ചു വയ്ക്കാൻ വേറെ മാർഗങ്ങളില്ലാതെ വന്നു. ആ സമയത്ത് വിജയലക്ഷ്മി മാഡമാണ് എനിക്ക് പണമൊക്കെ തന്ന് എൻ്റെ കടങ്ങളൊക്കെ വീട്ടി എന്നെ അങ്ങോട്ട് കയറ്റി അയച്ചെന്ന് പറയാം. ആ സമയത്ത് മാഡമില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുമായിരുന്നു പറയാം. എന്നിട്ടും ധ്യാൻ എന്താ ഇതിനെക്കുറിച്ച് എന്നോട് ഒരു കാര്യം പോലും പറയായിരുന്നേ, ഫോൺ വിളിച്ചിട്ടൊന്നും എന്നോട് ബിസിനസ് തകർച്ചയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ. അതെന്തുകൊണ്ടായിരുന്നു? ഇത്ര മാത്രം തകർച്ച ഉണ്ടാകാൻ കാരണക്കാരി ആരാ, ഞാനാണെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ധ്യാൻ പറഞ്ഞു, അല്ല നീ വിളിച്ചിട്ട് എന്നോട് ആ സ്വർണ്ണങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തു തരണമെന്ന് പറഞ്ഞില്ലേ, അത്രയും സ്വർണ്ണം എനിക്ക് പെട്ടെന്ന് എന്നോട് എടുത്തു തരാൻ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്കതിന് ഉള്ള എമൗണ്ട് ഇല്ലായിരുന്നു. അതിന്റെ പേരിൽ എനിക്ക് കുറെ കടങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ആ സ്വർണത്തെക്കുറിച്ചുള്ള കാര്യം പറയാം. പെട്ടെന്ന് ഗീതുവിന്റെ മനസ്സിലേക്ക് ആ ആമാടപ്പെട്ടിയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ വന്ന തന്റെ മുന്നിലേക്കല്ല സോറി ഷിബുവിന്റെ കയ്യിലേക്ക് ആമാടപ്പെട്ടി കൊണ്ടു കൊടുത്തത് രഞ്ജുവായിരുന്നു. അപ്പൊ ഈ ആമാടപ്പെട്ടിയാണോ ഇനിയിപ്പം ധ്യാൻ മേടിച്ച് പണയം വെച്ചിരുന്നേ, അതാണോ ഗീതുവിന്റെ മനസ്സിലോർക്കുക, അതാണോ രഞ്ജുവിന് എടുത്തു കൊടുത്തത്? അങ്ങനെ 100 ചിന്തകളൊക്കെ ഗീതയുടെ മനസ്സിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയായിരിക്കും സംഭവം. ആ ആമാടപ്പെട്ടി രഞ്ജുവാണ് പണയം വെക്കാനായിട്ട് കൊടുത്തത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു പിടിച്ചെലിപ്പില്ലാതെ വന്നു, അത്രയും പണം എടുക്കേണ്ടി വന്നുകൊണ്ട് ആ സമയത്ത് തന്നെ വിജയലക്ഷ്മിയുടെ കയറ്റിവിട്ടെ. പക്ഷെ മാഡത്തിനോട് ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ, എന്റെ കടങ്ങളൊക്കെ വീട്ടിൽ ഞാൻ തിരിച്ചു വരുന്നോടം വരെ ഞാൻ എവിടെയാന്നുള്ള കാര്യമൊന്നും ഒരു കാരണവശാലും രഞ്ജു അറിയരുതെന്ന്. അത് മാഡം അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തു. മാഡത്തിനെ നീ കുറ്റക്കാരിയാക്കരുത്, പാവമാന്ന് പറയണേ, എന്നെ രക്ഷിച്ച മാഡമാന്ന് പറയണേ. പെട്ടെന്ന് രഞ്ജുവിന്റെ 2 കണ്ണുകളും നിറഞ്ഞു. പിന്നീട്
ഒരു കാര്യം കൂടെ ധ്യാൻ പറഞ്ഞു. ഒരു കാരണവശാലും നിങ്ങൾ രണ്ടും പിരിയരുത്, അമ്മയും ആളും തമ്മിൽ പിരിയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രഞ്ജുവിന് എന്ത് ചെയ്യണത്തിന് അറിയത്തില്ല. രഞ്ജു പെട്ടെന്ന് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. വിജയലക്ഷ്മിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേനും വിജയലക്ഷ്മി രഞ്ജുവിനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കറിയുക. വിജയലക്ഷ്മി സോറി അമ്മ, എനിക്ക് അറിയില്ലായിരുന്നു, എന്നോട് ക്ഷമിക്കാന്നമ്മേ എന്ന് പറയാണ്. ഈ കാഴ്ച കണ്ടതും ഗീതുവിന്റെ വരെ കണ്ണ് നിറഞ്ഞ് ഒഴുകുകയാണ്. ഇത്രയും കാലം പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമായിരുന്നത്. അങ്ങനെ ഗീതുവിന്റെ ആ ആഗ്രഹം സാധിക്കുക. ഈ സമയത്ത് രാധികാമ്മ ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. ഇതുവരെയായിട്ടും എന്നെ വരാതിരിക്കുന്നേ, ഇവളിനി വരാതിരിക്കോ? വരാൻ താമസിച്ച കാര്യങ്ങളൊക്കെ അവതാളത്തിലാവും. അപ്പൊ പ്രിയനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഈ ഗോ എന്ന് വരുന്നതിന് മുമ്പ് പ്രിയ വരണം, എന്നാലും അവളോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കണം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗോവിന്ദ് അങ്ങോട്ട് വരുന്നുണ്ട്. ഗോവിന്ദന്റെ വണ്ടി ഇങ്ങോട്ട് വന്നു നിന്നുണ്ട്. അപ്പൊ ഗോവിന്ദ് പെട്ടെന്ന് അങ്ങോട്ട് വന്നപ്പോൾ രേഖ അങ്ങ് ഇറങ്ങി വന്നു. രേഖ ഇടിച്ചു, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുക. എന്ത് പ്രശ്നം? അല്ല, അമ്മ വിളിച്ചിട്ട് എന്നോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ. പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് അറിയില്ലല്ലോ ഗോവിന്ദേട്ട, എന്താണെന്ന് അറിയില്ല. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഗോവിന്ദ് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഷിബുവിനോട് രേഖ ചോദിച്ചു, അല്ല എന്താ ഷിബു പ്രശ്നം? അറിയില്ല. അവിടെ രഞ്ജുവിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണ് ഗോവിന്ദന്റെ ഫോണിലേക്ക് രാധികാമ്മ വിളിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞേ. കാര്യം എന്താണെന്നും പറഞ്ഞില്ല. അതാ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിപ്പോന്ന് രഞ്ജുവിനെ പോലും കൂട്ടാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേന്ന് പറയണ. കാര്യമൊന്നും അറിയത്തില്ലോ. രേഖയ്ക്ക് സംശയം എന്തിനായിരിക്കും പോലും. അങ്ങനെ രാധികാമ്മ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഗോവിന്ദം വരുന്നത് കണ്ടേ. അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കുമ്പോഴത്തേനും പ്രിയയുടെ കാറും കൂടെ വന്ന് നിൽക്കുന്നുണ്ട്. പ്രിയനെ കാറിൽ നിന്ന് ഇറക്കി വിനോദം അത് കൊണ്ടിരുന്നുണ്ട്. ഇത് മതി, പ്രിയൻ വരുന്നുണ്ട്. ഈ സമയത്ത് ഗോവിന്ദ് ആപ്പ ടെൻഷൻ അടിച്ച് മുകളിലേക്ക് കയറി വരുക. മുകളിലേക്ക് കയറുന്നപ്പോൾ രാധികാമ്മ അവിടെ നിൽക്കുന്നുണ്ട്. രാധികാമ്മ അമ്മ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? പെട്ടെന്ന് വരണമെന്ന് തന്നെ പറഞ്ഞ് എന്താ കാരണം എന്താന്ന് ചോദിക്കുകയാണ്. എന്തേലും പുതിയ പ്രശ്നം ഉണ്ടെന്ന് ചോദിക്കും. പുതിയ പ്രശ്നമൊന്നുമില്ല, പിന്നെന്താ കാര്യം? അതെ, ഓരോ പ്രശ്നങ്ങൾ തീരുമ്പോൾ ഓരോന്നും വന്നുകൊണ്ടിരിക്കുമല്ലേ. ഇത്ര നാളെ കിഷോറിന്റെ പ്രശ്നമായിരുന്നു. കിഷോറും ഗീതവും തമ്മിലുള്ള പ്രശ്നമായിരുന്നു. അപ്പൊ ഗീതു നിരപരാധിയാന്ന് തെളിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത പ്രശ്നം വന്നേക്കുവാന്ന് പറയാം. അല്ല, അടുത്ത പ്രശ്നം എന്താമേ? അത് നിന്റെ കാര്യം തന്നെയാന്ന് പറയാം. എന്റെ കാര്യമോ? എന്റെ കാര്യത്തിൽ ആർക്ക് എന്ത് പ്രശ്നമുള്ളേ? അതെ, നീയും രഞ്ജുവും തമ്മിലുള്ള ഇപ്പൊ ഏക പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ആ രഞ്ജുവിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നില്ല. രഞ്ജുവിനെ ഇവിടെ നീ പിടിച്ചു നിർത്താൻ കാരണം എന്താ? നിന്റെ ആരാ രഞ്ജു? അതിന് മാത്രം നിങ്ങൾ തമ്മിൽ എന്താ അടുപ്പമുള്ളതെന്ന് ചോദിക്കുക. ഇത് കേട്ടത് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. അത് ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.